സ്ട്രീം ഓൺലൈൻ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ഓ താങ്ക് ഗോഡ്. ഗുഡ് മോർണിംഗ്. അത് സ്ട്രീമിങ്ങിന് ചെറിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അതായത് കഴിഞ്ഞ സെഷനിൽ സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, എൻ്റെ ക്യാമറ ഇമേജ് കാണിച്ചത് വേറൊരു ഇമേജ് ആയിരുന്നു. മുന്നേ ക്യാമറ മുമ്പ് എപ്പോഴോ ക്യാപ്ചർ ചെയ്തൊരു ഇമേജാണ് കാണിച്ചിരുന്നത്. അപ്പോൾ അത് ഭയങ്കര ടെറിഫയിങ് ആയിരുന്നു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സെഷൻ തന്നെ നമ്മൾ കംപ്ലീറ്റ് ഫോളോ ആയത് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ്ലി ഈസിയർ ടോപ്പിക്കാണ്. കണ്ടീഷണൽ സെൻറ്റൻസസ് എന്നാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റൂൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു റൂൾസ് ഒന്നുമല്ല, മെയിനായിട്ട് കോൺസെപ്റ്റ്സ് ആണ്. ഇതിൽ നമുക്ക് ഒരു 3 ടൈപ്പ് കണ്ടീഷണൽ പഠിക്കാനുണ്ട്. ഇത്രയേ ഉള്ളൂ. 3 ടൈപ്പ് കണ്ടീഷണൽ. ആ കണ്ടീഷണൽ ക്ലോസുകൾ, ബേസിക്കലി കണ്ടീഷണൽ ക്ലോസുകൾ സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ ആ സെൻറ്റൻസ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ആ സെൻറ്റൻസിൽ എങ്ങനെയാണ് വേർബുകൾ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് ആ സെൻറ്റൻസിൽ പിന്നീട് നമ്മൾ ഫോം ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഈ 3 നമ്മുടെ ഇതാണ് പിന്നെ 3 കണ്ടീഷൻസ് നോക്കുക. അത് ജസ്റ്റ് പഠിക്കാനേ ഉള്ളൂ. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ട് മുമ്പായിട്ട് 2 ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനേക്കാട്ട് മുമ്പായിട്ട് എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ SSC റെയിൽവേ എക്സാംസിനാണ് എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ ടോട്ടൽ 4 ഇയേഴ്സ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. 3 ഒക്കെ കഴിഞ്ഞു. 4 years of teaching experience with more than almost 2 years of online experience teaching in Kerala's leading online platforms. അതാണ് എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസ് വരുന്നത്. അതുപോലെ അൺഅക്കാഡമിയുടെ 2 ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ റേസ് എ ഹാൻഡ് ഫീച്ചർ ഉണ്ട്, അതുപോലെ തന്നെ ആസ്ക് എ ഡൗട്ട് ഫീച്ചർ ഉണ്ട്. റേസ് എ ഹാൻഡ് ഫീച്ചറിൽ വരുന്നത് ഇത്രയേ ഉള്ളൂ. റേസ് ഹാൻഡ് എന്ന് പറയുമ്പോൾ പിന്നെ അൺഅക്കാഡമി ആപ്പിലോ വെബ്സൈറ്റിലോ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ റേസ് ഹാൻഡ് റിക്വസ്റ്റ് കൊടുത്തിട്ട് എഡ്യൂക്കേറ്റർ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേറ്ററിനോട് നേരിട്ട് മൈക്ക് ത്രൂ ആയിട്ട് സംസാരിച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. അപ്പോൾ എഡ്യൂക്കേറ്ററും ലേണറും തമ്മിലുള്ള ഒരു അന്തരം, ഒരു ഡിഫറൻസ്, ഒരു ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇത്. രണ്ടാമത്തെ ഫീച്ചർ ആസ്ക് ഡൗട്ടാണ്. അത് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി, ഡൗട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ സഹായകരമാക്കാൻ, ഹെൽപ്ഫുൾ ആക്കാനുള്ള, ഈസിയർ ആക്കാനുള്ള ഒരു പിന്നെ ഈസിയർ ആക്കാനുള്ള ഒരു മറ്റൊരു ഫീച്ചറാണിത്, ആസ്ക് ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അൺഅക്കാഡമി ആപ്പിലും വെബ്സൈറ്റിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒരു ക്വസ്റ്റ്യൻ്റെ ഫോട്ടോ എടുക്കുക, അങ്ങനെ അപ്ലോഡ് ചെയ്യുക. ആ ഫോട്ടോ എടുക്കുന്ന ആ ക്വസ്റ്റ്യൻ്റെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കും ഉടനെ തന്നെ. ഡൗട്ട്സ് ആൻഡ് സൊല്യൂഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എൻ്റെ ക്ലിക്ക് എ പിക്ചർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് വരെ ഒറ്റയടിക്ക് അപ്ലോഡ് ചെയ്യാം. ആൻഡ് അത് സൊല്യൂഷൻ്റെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് 2 അഡീഷണൽ ഡൗട്ട് വരെ അങ്ങനെ അയക്കാം. ഈ 2 ഫീച്ചേഴ്സിലും നിങ്ങളുടെ ഡൗട്ടുകൾക്ക് പ്രയോറിറ്റി ലഭിക്കാൻ നിങ്ങൾ ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതിയാവും. ഐക്കോണിക് എന്ന് പറഞ്ഞൊരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഇപ്പോൾ പ്ലസ് എന്ന് പറയുന്ന സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അറിയാം. പ്ലസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും പ്ലസ് 2 എക്സ്ട്രാ അഡീഷണൽ ഫീച്ചേഴ്സ് ആണ് നടക്കുന്നതാണ് ഐക്കോണിക് എന്ന് പറയുന്നത്. അതായത് ഡൗട്ട് സോൾവിങ്, നിങ്ങൾ പറഞ്ഞ ആസ്ക് ഡൗട്ട് ഫീച്ചറിലും റേസ് എ ഹാൻഡ് ഫീച്ചറിലും 2 ഫീച്ചേഴ്സും നിങ്ങൾക്ക് പ്രയോറിറ്റി ലഭിക്കും. നിങ്ങളുടെ ഡൗട്ടിനായിരിക്കും പ്രയോറിറ്റി. അപ്പോൾ ഇതിന് ഐക്കോണിക്കിന് എടുക്കേണ്ട പ്ലാൻസ് എന്ന് പറയുന്നത് 6 മാസത്തേക്ക് 6480 ആണ് പേ ചെയ്യുക. 2 വർഷത്തേക്ക് 7800, ഒരു വർഷത്തേക്ക് 7800, 2 വർഷത്തേക്ക് 9360 ആണ്. ഇതിൽ 10% ഓഫ് ഉണ്ടാവും. VCN 10 എന്ന് പറഞ്ഞാൽ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ VCN 10. ഇനി പ്ലസ്സിലേക്ക് വരുമ്പോൾ, പ്ലസ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള, ഇപ്പോൾ SSC പ്ലസ് ആണ് എടുക്കുന്നതെങ്കിൽ SSC എഡ്യൂക്കേറ്റേഴ്സിൻ്റെ എല്ലാ കോഴ്സുകളും, പ്ലസ് കോഴ്സുകൾക്കും നിങ്ങൾക്ക് ആക്സസ് കിട്ടും. കോഴ്സുകൾ എന്ന് പറയുമ്പോൾ എല്ലാം വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന, സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളായിരിക്കും. ക്ലാസ്സുകളെല്ലാം ലൈവ് ആയിരിക്കും. ഈ ലൈവ് ക്ലാസ് അതുപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റുകൾ നടത്തും. ഈ ടെസ്റ്റുകൾ ബേസ് ചെയ്ത ടെസ്റ്റ് അനാലിസിസ് ഉണ്ടാവും. ടെസ്റ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ നിങ്ങൾ എങ്ങനെയാണ് സ്കോർ ചെയ്തിരിക്കുന്നത്, എവിടെയൊക്കെയാണ് നിങ്ങളുടെ വീക്ക് ഏരിയാസ്, ഇനി ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയാസൊക്കെ അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയാസ് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ എന്താണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരുപാട് നന്നായിട്ട് മുന്നോട്ട് പോകും. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. അതിനാണ് ഇതുപോലുള്ള ഫീച്ചേഴ്സ് എടുത്തത്. പേഴ്സണൽ ഗൈഡൻസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ എക്സ്പേർട്ട് ഗൈഡ് ലൈൻസ് ബൈ സ്റ്റഡി ബൂസ്റ്റർ വർക്ക്ഷോപ്സ് ബൈ എക്സാം എക്സ്പേർട്സ്. പിന്നെ നിങ്ങളുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ റുട്ടീൻ അനുസരിച്ചിട്ട് വിത്ത് ബൈ വീക്ക്ലി റിവ്യൂ സ്റ്റഡി പ്ലാനർ. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയലും ഉണ്ടാകും. സ്പെഷ്യലൈസ്ഡ് നോട്ട്സ് ആൻഡ് പ്രാക്ടീസ് സെറ്റ്സ് PDF ഒക്കെ അടങ്ങിയിട്ടുള്ള
സ്റ്റഡി മെറ്റീരിയലും പ്രൊവൈഡ്. അപ്പോൾ എല്ലാം അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. പ്ലസ് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് എന്ന് പറയുന്നത് ഒരു മാസത്തേക്ക് 1350 ആണ്. എല്ലാ മാസവും 1350 അടയ്ക്കുന്നതിന് പകരം 3 മാസം 3300, 5400 അടച്ചിട്ട് 6 മാസത്തേക്ക് എടുക്കാം. അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് 6500 രൂപയും 2 വർഷത്തേക്ക് 7800 രൂപ എന്ന രീതിയിൽ നിങ്ങൾക്ക് പോവാം. ഓക്കെ, എടുക്കാം. അപ്പോൾ VCN 10 എന്ന് പറഞ്ഞൊരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 10% ഓഫ് നിങ്ങൾക്ക് ലഭിക്കും. അവിടെ ആണെങ്കിൽ ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ച് എന്താണ് പിന്നെ പെർ മന്ത് വരുന്ന പൈസ കുറയാം അല്ലേ. ഇപ്പോൾ 6 months ആണെങ്കിൽ 900 ഒക്കെ ഉള്ളൂ. മാസം പെർ മന്ത് 900 ആണ് നിങ്ങൾ എഫക്റ്റീവ്ലി പേ ചെയ്യുന്നത്. അല്ല, അപ്പോൾ 6 മാസം 1350 എടുക്കുകയാണെങ്കിൽ ഒരു മാസത്തിന് 450 രൂപ അവിടെ നിങ്ങൾക്ക് ലാഭമാണ്. ഇതിൻ്റെ എല്ലാം മേളിലാണ് 10% ഓഫ് നിങ്ങൾക്ക് ലഭിക്കുന്ന VCN 10 എന്ന് പറഞ്ഞൊരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അവസാനമായിട്ട് പറയാനുള്ളത് ഇൻഅപ്രോപ്രിയേറ്റ് കോണ്ടന്റ് ആണ്. അൺഅക്കാഡമിയുടെ ഏതെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും ഇൻഅപ്രോപ്രിയേറ്റ് കോണ്ടന്റ് കാണുകയാണെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരു പ്രത്യേക വിഷയത്തിൽ നിങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു പ്രൈസ് ക്ലെയിം ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഓൾ സെറ്റ്, ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ക്ലോസ്? അപ്പോൾ കണ്ടീഷണൽ സെൻറ്റൻസ് എന്താണ് നമ്മൾ പഠിച്ചു, എന്താണെന്നല്ല, കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് പറയുന്നത്. കണ്ടീഷണൽ സെൻറ്റൻസ് പറയുമ്പോൾ ഒരു കണ്ടീഷൻ ഉളവാക്കുന്നു. അതായത് ഇന്ന സംഭവം ഉണ്ടെങ്കിൽ അല്ലേ, ഇന്ന ഒരു രണ്ടാമത്തെ കാര്യം നടക്കും. അപ്പോൾ എപ്പോഴും ഒരു കണ്ടീഷൻ ഉളവാക്കുന്ന ടൈപ്പ് സെൻറ്റൻസ് ആണ് കണ്ടീഷണൽ സെൻറ്റൻസ്. അപ്പോൾ ഇതിലേക്കൊക്കെ മൂന്നുകാട്ട് മുമ്പായിട്ട് നമുക്ക് ഒരു ക്ലോസ് എന്താണെന്ന് ആദ്യം പഠിക്കാം. വാട്ട് ഇസ് എ ക്ലോസ്? നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും ക്ലോസ് എന്ന് പറയുന്ന സംഭവം. ക്ലോസ്, വാട്ട് ഇസ് എ ക്ലോസ്? ക്ലോസ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ വെച്ച് പോവുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ സ്മോളസ്റ്റ് ഗ്രമാറ്റിക്കൽ യൂണിറ്റ് ദാറ്റ് ക്യാൻ എക്സ്പ്രസ് എ കംപ്ലീറ്റ് പ്രോപ്പോസിഷൻ. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡീറ്റെയിൽ ഒരു ഇൻഫർമേഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് ഗ്രമാറ്റിക്കൽ യൂണിറ്റ് ആണ്. പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ ഒരു ക്ലോസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അതിന് ഒരു സബ്ജക്റ്റും വേർബും വേണം. ഒരു സബ്ജക്റ്റും ഒരു വേർബും ഉണ്ടായാൽ അതൊരു ക്ലോസ് ആണ്. ഒരു സബ്ജക്റ്റും ഒരു വേർബും ഉണ്ടായാൽ ഒരു ക്ലോസ് ആണ്. സബ്ജക്റ്റ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാർട്സ് ഓഫ് എ സെൻറ്റൻസ് എന്ന് പറഞ്ഞ ഒരു സെഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്ലേലിസ്റ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പാർട്സ് ഓഫ് എ സെൻറ്റൻസ് എന്ന് പറയുന്ന അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ബേസിക്കായിട്ട് ഒരു സെൻറ്റൻസിൽ അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ വളരെ ബേസിക്കായിട്ട് നമുക്ക് കാണുന്ന കുറച്ച് വാക്കുകളുണ്ട്. സബ്ജക്റ്റ്, വേർബ്, ഓബ്ജക്റ്റ്, കൺജങ്ഷൻ എന്നൊക്കെ പറയുന്ന ടൈപ്പ് സാധനങ്ങൾ. അത്തരം അതൊക്കെ എന്താണെന്നുള്ളതിന് ഒരു അണ്ടർസ്റ്റാൻഡിങ് വളരെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം സബ്ജക്റ്റ് എന്താണ്, ഓബ്ജക്റ്റ് എന്ത്, ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റൂ. അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ സബ്ജക്റ്റും വേർബും, സബ്ജക്റ്റ് എന്താണെന്ന് അറിയാം അല്ലേ. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിലെ മെയിൻ പ്രവൃത്തി, വേർബ് ചെയ്യുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ ആക്ഷൻ ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ് അല്ലേ. ആക്ഷൻ പെർഫോം ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ്. അല്ലെങ്കിൽ ആ സെൻറ്റൻസ് ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അതാണ് സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ ഒരു സബ്ജക്റ്റും വേർബും ഉണ്ടെങ്കിൽ അതിനൊരു ക്ലോസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഇസ് എ ക്ലോസ്. ഇറ്റ് ഇസ് എ ക്ലോസ് ഇഫ് ഇറ്റ് ഹാസ് എ സബ്ജക്റ്റ് ആൻഡ് എ വേർബ്. സബ്ജക്റ്റും വേർബും ഉണ്ടെങ്കിൽ ക്ലോസ് ആയി. അപ്പോൾ ഈ സെൻറ്റൻസ് നോക്കുക. ഇവിടെ ഇഫ് ഐ മീറ്റ് ഹർ ടുമോറോ, ഇവിടെ നമ്മൾ ഇവിടെ ഒരു സ്ലാഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു ക്ലോസ് ആണ്. രണ്ടാമത്തെ ഐ വിൽ ടോക്ക് ടു ഹർ എന്ന് പറഞ്ഞൊരു ക്ലോസ് ആണ്. ഇഫ് ഐ മീറ്റ് ഹർ ടുമോറോ എന്ന് പറയുന്ന ഒരു ക്ലോസ് ആണ്. ഐ വിൽ ടോക്ക് ടു ഹർ എന്ന് പറയുന്നത് ഒരു ക്ലോസ് ആണ്. ഇത് വേറെ വേറെ സെപ്പറേറ്റ് ക്ലോസുകളാണ്. കാരണം ഇവിടെ ഐ എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് ഉണ്ട്, മീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വേർബ് ഉണ്ട്. സബ്ജക്റ്റും ഉണ്ട്, വേർബും ഉണ്ട്. അപ്പോൾ അതൊരു ക്ലോസ് ആയി. ഇവിടെ ഐ ഉണ്ട്, സബ്ജക്റ്റ്. വിൽ ടോക്ക് എന്ന് പറയുമ്പോൾ ഓക്സിലറി വേർബും മെയിൻ വേർബും അടങ്ങുന്ന ബേസിക്കലി വേർബ് ഉണ്ട്. സബ്ജക്റ്റും ഉണ്ട്, വേർബും ഉണ്ട്. അപ്പോൾ സബ്ജക്റ്റ് വേർബ് വരുമ്പോൾ എന്ത് മനസ്സിലായി? ഇത് രണ്ടും ക്ലോസുകളാണെന്ന് മനസ്സിലായി. പിന്നെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോസുകളൊക്കെ ഉണ്ട്. തൽക്കാലം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ജസ്റ്റ് പറയാം, രണ്ട് ടൈപ്പ് ക്ലോസ് ആണുള്ളത്. ഒന്ന് ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഇൻഡിപെൻഡൻറ്റ് ക്ലോസും. ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് എന്നാണ് പറയാം. അതായത് നമ്മൾ അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അതിന് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിലനിൽക്കാൻ പറ്റില്ല. അതിന് വേറെ ക്ലോസ് വേണം. ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണെങ്കിൽ ആ ക്ലോസിന് ഒറ്റയ്ക്ക്, ആ ക്ലോസിന് മാത്രമായിട്ട് ഒരു സെൻറ്റൻസിൽ നിലനിൽക്കാൻ സാധിക്കും. അതിൻ്റെ മീനിങ് പൂർണ്ണമായിരിക്കും. അതാണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒറ്റയ്ക്ക് സെൻറ്റൻസിൽ നിലകൊള്ളാൻ പറ്റില്ല, നിലനിൽക്കാൻ പറ്റില്ല. അതിന് വേറൊരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൻ്റെ മേലെ ആശ്രയിച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിന് മീനിങ് ഫുള്ളാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇഫ് ഐ മീറ്റ് ഹർ ടുമോറോ, ഇഫ് ഐ മീറ്റ് ഹർ ടുമോറോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്ലോസിൽ
ഇവിടെ നമ്മൾ ഇഫ് ഐ മീറ്റ് ഹർ ടുമോറോ എന്ന് പറഞ്ഞ സാധനം മാത്രം എടുത്തിട്ട് നമ്മൾ വേറൊരു സെൻറ്റൻസിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിനെ ഒരു സെപ്പറേറ്റ് സെൻറ്റൻസ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇഫ് ഐ മീറ്റ് ഹർ ടുമോറോ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? അവിടെ മീനിങ് ഇല്ല, അവിടെ മീനിങ് കംപ്ലീറ്റ് അല്ല. അതുകൊണ്ട് തന്നെ അത് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. അതിന് വേറെ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, ആശ്രയിക്കണം. എന്തിന്? അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആകണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇത് ഇത്രയുള്ളൂ. അതിൻ്റെ ക്ലോസ് നമുക്ക് ആ ക്ലോസ് മാത്രമായിട്ട് സ്വന്തമായിട്ടൊരു സെൻറ്റൻസ് ഫോം ചെയ്യാൻ പറ്റുമോ? സെൻറ്റൻസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ മീനിങ് ഫുൾ ആകുമോ, കംപ്ലീറ്റ് ആകുമോ? അങ്ങനെ ആകുമെങ്കിൽ മാത്രം അത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, ഇല്ലെങ്കിൽ അത് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. അപ്പോൾ ഐ വിൽ ടോക്ക് ടു ഹെർ എന്ന് പറയുന്നത് നമുക്ക് ഇതിന് മാത്രമായിട്ട് ഒരു സെൻറ്റൻസ് ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് അത് ഇൻഡിപെൻഡൻ്റ് ആണ്. അത് ഇൻഡിപെൻഡൻ്റ് ആണ്, കാരണം അതിന് സ്വന്തമായിട്ട് നിൽക്കാം, സ്വന്തമായിട്ട് അതിന് എന്താണ് സർവൈവ് ചെയ്യാം, അല്ലെങ്കിൽ നിലനിൽപ്പ്, അല്ലെങ്കിൽ അതിന് സ്വന്തമായിട്ട് നിലനിൽക്കാം. ഐ വിൽ ടോക്ക് ടു ഹെർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ സർവൈവ് ഓൺ ഇറ്റ്സ് ഓൺ. നമ്മളത് മാത്രമായിട്ട് എടുത്തൊരു സെൻറ്റൻസ് ആക്കിയിട്ടുണ്ടെങ്കിൽ അല്ലേ, മീനിങ് കംപ്ലീറ്റ് ആണ്. അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആണ്, അർത്ഥം പൂർണ്ണമാണ്, കംപ്ലീറ്റ് ആണ്. ഇതാണ് ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. നമുക്കിവിടെ ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ്റ് ഒന്നും ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ക്ലോസ് എന്താണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഈ ക്ലോസ് നമ്മുടെ ഈ ടോപ്പിക്കിൽ എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? നമ്മൾ പറഞ്ഞു ഇത് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. ഈ കണ്ടീഷണൽ സെൻറ്റൻസിൽ ഒരു കണ്ടീഷണൽ ക്ലോസ് ഉണ്ടാവും. ഒരു ക്ലോസിൽ ഒരു കണ്ടീഷൻ നിലനിൽക്കുന്നുണ്ടാവും അല്ലേ? രണ്ട് ക്ലോസ് ഉള്ളതിൽ ഒരു ക്ലോസിൽ എന്തുണ്ടാവും? ഒരു കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടീഷൻ എന്താണോ, ഏത് ടൈപ്പാണോ കണ്ടീഷണൽ എന്ന് പറയാം. ഓക്കെ, കണ്ടീഷനുള്ള ഒരു സെൻറ്റൻസിനെ കണ്ടീഷണൽ ക്ലോസ് അല്ലേ? അപ്പോൾ ഏത് ടൈപ്പ് കണ്ടീഷനിലാണുള്ളത് അതിനനുസരിച്ച് രണ്ടാമത്തെ ക്ലോസിൽ മാറ്റം വരും. ഓക്കെ, ഒരു മിനിറ്റ്, നമുക്കിതൊക്കെ ഒന്ന് വായിച്ചേക്കാം. നമ്മൾ ക്ലോസുകളെ പറ്റി പറഞ്ഞു. രണ്ട് ക്ലോസ് ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ഇഫ് ഐ മീറ്റ് ഹർ ടുമോറോ എന്നുള്ളതിൽ ഇതൊരു ക്ലോസ് ആണ്. ഐ വിൽ ടോക്ക് ടു ഹർ എന്ന രണ്ടാമത്തെ ക്ലോസ് ആണ്. ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ ഇഫ് ഐ മീറ്റ് ഹർ ടുമോറോ, ഇതാണ് നമ്മുടെ കണ്ടീഷണൽ ക്ലോസ്. ദിസ് ഇസ് ആർ കണ്ടീഷണൽ ക്ലോസ്. എന്തുകൊണ്ടാണ് ഇത് കണ്ടീഷണൽ ക്ലോസ് എന്ന് വിളിക്കുന്നത്? കാരണം അതിലാണ് കണ്ടീഷൻ ഉള്ളത് അല്ലേ? അതിലാണ് കണ്ടീഷൻ ഉള്ളത്. എന്താണ് കണ്ടീഷൻ? അതായത് ഞാൻ അവളെ നാളെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അവിടെ ഇഫ് എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ അത് കണ്ടീഷൻ അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് ആക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം, ഈ പെർട്ടിക്കുലർ ക്ലോസ് ആക്റ്റീവ് ആവുകയാണെങ്കിൽ, ട്രൂ ആവുകയാണെങ്കിൽ രണ്ടാമത്തത് അല്ല, ഈ പറയുന്ന രണ്ടാമത്തെ ക്ലോസ് ആക്ടിവേറ്റ് ആവും. ഇത് ട്രൂ ആവും. ഇത് ട്രൂ ആവുകയാണെങ്കിൽ, ഫസ്റ്റ് ട്രൂ ആവുകയാണെങ്കിൽ സെക്കൻഡ് ട്രൂ ആവും. അങ്ങനെ ഫസ്റ്റ് ട്രൂ ആവില്ലെങ്കിൽ സെക്കൻഡ് ട്രൂ ആവില്ല അല്ലേ? ഇഫ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് വാലിഡ് ഓർ ഇഫ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ. അങ്ങനെ ഇഫ് ഐ മീറ്റ് ഹർ ടുമോറോ ഐ വിൽ ടോക്ക് ടു ഹർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ളതുകൊണ്ടാണ് കണ്ടീഷണൽ ക്ലോസ് എന്ന് വിളിക്കുന്നതും. ഇതിനെങ്ങനെയാണ് കണ്ടീഷണൽ ആക്കിയിരിക്കുന്നത്? ഇഫ് എന്ന് പറഞ്ഞിട്ട് വാക്ക് ഉപയോഗിച്ച്. നമുക്ക് ഇഫ് തന്നെ വേണമെന്നില്ല, ഒരുപാട് ഇഫിന് പകരം നമുക്ക് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. വേറെ ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ക്ലോസിനെ കണ്ടീഷണൽ ക്ലോസ് ആക്കാം. പക്ഷേ ഇതിലെല്ലാം വരുന്ന അടിസ്ഥാനം അല്ലെങ്കിൽ ബേസിക്സ് സെയിം ആണ്. ഇതെല്ലാം വരുന്ന ബേസിക്സ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് സെയിം ആണ്. സെയിം റൂൾസ് ആണ് വരുന്നത്. ഈ ഇഫ് ആണെങ്കിലും നമുക്ക് വരുന്ന അൺലെസ്, ഇഫ്, അൺലെസ്, അൺടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബിസൈഡ്സ് അല്ല. നമുക്ക് ഇതിന് സെഷൻ നമുക്ക് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ കാണാം, ഏതൊക്കെ ടൈപ്പാണല്ലോ നമുക്കുള്ളതിൽ. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് പരിചയം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇഫ് ക്ലോസ് വെച്ചിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷണൽ ക്ലോസ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. കണ്ടീഷണൽ ക്ലോസിൽ നമ്മൾ ഇഫ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ കണ്ടീഷണൽ ക്ലോസ് ആക്കുകയാണ്. ഒരു ക്ലോസിനെ നമ്മൾ ഇഫ് ഉപയോഗിച്ചിട്ട് കണ്ടീഷണൽ ക്ലോസ് ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നതിന് ചുമ്മാ ഇഫ് ക്ലോസ് എന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ഇഫ് ക്ലോസിൽ നമുക്ക് ആകെ 3 മെയിൻ ടെൻസുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന 3 ടെൻസിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളതുള്ളൂ. കേഴ്സർ ചിലപ്പോൾ നമുക്ക് മിസ്സായി പോകും, പിന്നെ കിട്ടൂല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, ഈ 3 ടെൻസ് മാത്രമേ എന്തുണ്ടാകാൻ പാടുള്ളൂ, ഏതെങ്കിലും ഒന്ന് മാത്രമേ നമ്മൾ ഇഫ് ക്ലോസിനകത്ത് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസിനകത്ത് കാണാൻ പാടുള്ളൂ. ഈ 3 ടെൻസ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ടെൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക അവിടെ മിസ്റ്റേക്കാണ്. അങ്ങനെ ചിലപ്പോൾ വരാറുണ്ട്. മിക്ക കേസിലും കണ്ടീഷണൽ ക്ലോസിൽ അവരെന്ത് ചെയ്യും? സിമ്പിൾ
ഫ്യൂച്ചർ ടെൻസ് എടുത്തിടാറുണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എടുത്തിടാറുണ്ട്. ഈ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഇടുമ്പോഴുള്ള പ്രശ്നം എന്താണ്? എങ്ങനെയാണ് വരിക? അതായത് ഇവിടെ നോക്കാം. ഇഫ് ഐ മീറ്റ് ഹർ ടുമോറോ ഐ വിൽ ടോക്ക് ടു ഹർ. ഇഫ് ഐ മീറ്റ് ഹർ ടുമോറോ ഐ വിൽ ടോക്ക് ടു ഹർ എന്ന് പറയുന്ന നേരം ഈ കണ്ടീഷണൽ ക്ലോസിൽ ഒരു സിമ്പിൾ ഫ്യൂച്ചർ ഇട്ട് എന്താവും? ഇഫ് ഐ വിൽ മീറ്റ് ഹർ എന്നിട്ടാളെയും അല്ലേ? വില്ല് ആഡ് ചെയ്തിട്ട് അതിന് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആക്കും. ഇഫ് ഐ വിൽ മീറ്റ് ഹർ ടുമോറോ ഐ വിൽ ടോക്ക് ടു ഹർ എന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു സെൻറ്റൻസ് കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, വില്ല് ഇവിടെ ചേർക്കാൻ പാടില്ല. വില്ല് ചേർത്തിട്ടുണ്ടെങ്കിൽ കണ്ടീഷണൽ ക്ലോസിൽ ഫ്യൂച്ചർ ടെൻസ് ആവും. ഫ്യൂച്ചർ ടെൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നമുക്ക് ഇഫ് ക്ലോസിൽ അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസിനകത്ത് ഇടാൻ പാടില്ല. കണ്ടീഷണൽ ക്ലോസിനകത്ത് ഇടാൻ പാടുള്ള ആകെ 3 എണ്ണേ ഉള്ളൂ. സിമ്പിൾ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഈ 3 എണ്ണം മാത്രമേ ഉള്ളൂ. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. ഈ 3 ടെൻസ് അല്ലാതെ വേറൊരു ടെൻസ് ഉണ്ടാകാൻ പാടില്ല. സിമ്പിൾ ഫ്യൂച്ചർ ഒന്നും പാടില്ല. സിമ്പിൾ ഫ്യൂച്ചറോ ഓക്കെ, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, 3 മെയിൻ ടെൻസ്. ഓക്കെ, അപ്പോൾ ഈ 3 മെയിൻ ടെൻസുകളും നമുക്ക് പഠിക്കാനുള്ള തെളിവുള്ളൂ. ഈ 3 മെയിൻ ടെൻസും അല്ലെങ്കിൽ ഈ 3 ടെൻസും കണ്ടീഷണൽ ക്ലോസിനകത്ത് വരുമ്പോൾ രണ്ടാമത്തെ അതിന് ശേഷമുള്ള ടെൻസിൽ അല്ലെങ്കിൽ ക്ലോസിൽ എങ്ങനെയാണ് സെൻറ്റൻസ് വരുന്നത്, അല്ലെങ്കിൽ ഏത് ടെൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് സെൻറ്റൻസ് സ്ട്രക്ചർ, എങ്ങനെയാണ് ഇത് നമ്മൾ ഒരു റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ഇതിങ്ങനെ വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ വൺസ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ടൈപ്പ് ഓഫ് കണ്ടീഷണൽ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഏത് ടെൻസാണ് കണ്ടീഷണൽ ക്ലോസിനകത്തുള്ളത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ റെഡിമെയ്ഡ് ആയിട്ട് എന്തായാലും 100% ആയിട്ട് നിങ്ങൾ ഈ ഒരു സാധനമാണ് ഉപയോഗിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് കണ്ടീഷണൽ 1 എന്ന് പറയും. കണ്ടീഷണൽ 1ൽ എങ്ങനെയാണ് ആദ്യം വരുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് കണ്ടീഷണൽ ക്ലോസിനകത്ത് വരുമ്പോൾ നമ്മൾ കണ്ടീഷണൽ 1ൽ എന്താ വരുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് വരുന്നത്. കണ്ടീഷണൽ 1ൽ കണ്ടീഷണൽ ക്ലോസിൽ എന്താ വരുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് വരുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആദ്യം പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇഫ് ക്ലോസ് എടുക്കുക. ഇഫിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് വരുന്നതെങ്കിൽ രണ്ടാമത്തെ ക്ലോസിൽ എന്താ വരിക? സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ് ആണ് വരിക. ഇങ്ങനെയാണ് വരിക. ഇത് നമ്മൾ കണ്ടീഷണൽ ക്ലോസ് എന്ന് മാത്രമാണ് എന്നാണ് പറയുന്നത്. ഇഫ് തന്നെ ആവണമെന്നില്ല. ഇഫിന് പകരം വേറെ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. വേറെ ഏത് വാക്കും ഉപയോഗിക്കാം. അർത്ഥം മാറിപ്പോകാതിരുന്നാൽ മതി. ഇഫിന് പകരം വേറെ ഏത് വേർഡ് വന്നാലും ഇതേ റൂൾ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് വരികയാണെങ്കിൽ സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1. ഈ സബ്ജക്ട് പ്ലസ് വില്ല് എന്നുള്ളത് നമുക്ക് എന്താണ് ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമുക്ക് 100% എല്ലാ കേസിലും വില്ല് വരണമെന്നില്ല. നമുക്ക് വില്ലിന് പകരം നമുക്ക് ക്യാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വില്ല് ക്യാന് ഷാൽ ഉപയോഗിക്കാം. ഷാല് വരാം, വിൽ ക്യാൻ ഷാൽ. പിന്നെ ഏതാണ്? മേ വരാം, മേ. ഈ 4 എണ്ണം വരാം. വിൽ ക്യാൻ ഷാൽ മേ. നമുക്ക് ഇത് എവിടെയെങ്കിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഡയറക്റ്റ് ടു റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. അതായത് ഡയറക്റ്റ് സ്പീച്ചിനകത്ത് നമുക്ക് വില്ല് കാണുകയാണെങ്കിൽ അല്ലേ, വിൽ എന്ന് പറയുന്ന ഓക്സിലറി വേർബ് കിട്ടുകയാണെങ്കിൽ നമ്മളതിനെ എന്തായി കൺവേർട്ട് ചെയ്യും? വുഡായി കൺവേർട്ട് ചെയ്യും. വില്ല് എന്താവും? വുഡായി കൺവേർട്ട് ആവും. അതേപോലെ തന്നെയാണ് വില്ല് വുഡ് ആവുന്ന പോലെ ക്യാൻ എന്താവും? വുഡാവും. ക്യാൻ വുഡാവും. ഷാൽ എന്ന് പറയുന്നത് ഷുഡാവും അല്ലേ. വില്ല് വുഡാവും. വില്ലും ഷാലും ചിലപ്പോൾ വുഡാവും. ചില എക്സെപ്ഷൻ കേസിൽ മാത്രം ഷാല് ഷുഡാവും. മേ എന്താവും? മൈറ്റ് ആവും. അപ്പം ഇതിൽ ഒരു പാറ്റേൺ എന്താണ് മനസ്സിലാവുന്നത്? വില്ല് ക്യാന് ഷാല് മേ ഈ പറയുന്ന സാധനങ്ങളൊക്കെ പ്രസന്റ് ടെൻസിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടതാണ്. പ്രസന്റ് ടെൻസിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടതും കുഡ് ഷുഡ് മൈറ്റ് ഇതൊക്കെ പാസ്റ്റ് ടെൻസിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ കണ്ടീഷണൽ 2ൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരുന്നുണ്ട്. ആ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ നമുക്ക് ഈ കുഡ് ഷുഡ് മൈറ്റ് വുഡൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. കണ്ടീഷണൽ 1ൽ ഇഫ് ക്ലോസ് പ്ലസ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ അല്ലേ, അതായത് കണ്ടീഷണൽ ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് വരുമ്പോൾ രണ്ടാമത്തെ ക്ലോസിൽ നമ്മൾ വില്ലിന് പകരം വില്ലെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ നമ്മൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് വില്ലെന്ന് പറയുന്നത്. വില്ല് യൂസ് ചെയ്യുന്നത് സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1. ഇത് സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1 പകരം സബ്ജക്ട് പ്ലസ് ക്യാൻ പ്ലസ് V1 വരാം. സബ്ജക്ട് പ്ലസ് ഷാൽ പ്ലസ് V1 വരാം.
സബ്ജക്ട് പ്ലസ് മേ പ്ലസ് V1 വരാം ഡിപ്പെൻഡിങ് ഓൺ ദ സെൻറ്റൻസ്. ആ സെൻറ്റൻസിൻ്റെ കോൺടെക്സ്റ്റ് അനുസരിച്ചിട്ട് വില്ല് ക്യാൻ ഷാൽ മേ ഒക്കെ വരും. ഓക്കെ, അതാണ്. അപ്പോൾ ഇവിടെ നോക്കുക, എക്സാമ്പിൾസ് നോക്കുക. ഇഫ് ഐ ഫൈൻഡ് ഹിസ് അഡ്രസ് ഐ വിൽ സെൻഡ് ഹിം ആൻ ഇൻവിറ്റേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കണ്ടീഷണൽ ക്ലോസ് നോക്കുകയാണെങ്കിൽ അതിൽ അകത്ത് എന്താ വന്നിരിക്കുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അല്ലേ. ഇഫ് ഐ ഫൈൻഡ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം ടെൻസ് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1. ഐ വിൽ സെൻഡ് ഹിം എൻ ഇൻവിറ്റേഷൻ. ഇവിടെ നിങ്ങൾ നോക്കുക, വില്ലിന് പകരം ക്യാൻ ഉപയോഗിച്ചൂടെ? ഇഫ് ഐ ഫൈൻഡ് ഹിസ് അഡ്രസ് ഐ ക്യാൻ സെൻഡ് ഹിം എൻ ഇൻവിറ്റേഷൻ എന്നും പറയാം. പക്ഷേ അതിൻ്റെ അർത്ഥം കുറച്ച് മാറുന്നേ ഉള്ളൂ. ഗ്രാമാറ്റിക്കലി കറക്റ്റാണ്. ഗ്രാമാറ്റിക്കലി ഇറ്റ് ഈസ് ആക്സെപ്റ്റബിൾ. വില്ലും ക്യാനും ഷാലും മേ ഒക്കെ ഗ്രാമാറ്റിക്കലി ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണ്. ഓൺലി തിങ് ഇസ് കോൺടെക്സ്റ്റ് അനുസരിച്ചിട്ട് എന്താണ് ആ സെൻറ്റൻസ് കൊണ്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ പ്രസന്റ് ടെൻസിൽ വിൽ ക്യാൻ ഷാൽ മേ ഒക്കെ ഉപയോഗിക്കുക. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ നേരെ തിരിച്ച് ഉപയോഗിക്കാം. ഇഫ് ഐ കം ടു ചെന്നൈ ഐ വിൽ മീറ്റ് യു. ഇഫ് ഐ കം എന്ന് പറയുമ്പോൾ കം എന്താണ്? നമ്മുടെ പ്രസന്റ് സിമ്പിൾ ടെൻസ് ആണ്, അല്ലെങ്കിൽ V1 ഫോം ഓഫ് ദ വേർബ് ആണ്. ടെൻസ് എന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ്, എക്സ്ക്യൂസ് മീ. അപ്പോൾ ഇവിടെ എന്താണ്? സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1. ഇഫ് ഹി ഫിനിഷസ് ദ വർക്ക് ഇൻ ടൈം ഹി വിൽ പേ യു എ വിസിറ്റ്. If he finishes the work in time, അല്ലേ? Finishes. Okay. Conditional 2. If plus simple past. Conditional 2ൽ എന്താ വരുന്നത്? നമ്മൾ കണ്ടീഷണൽ ക്ലോസിനകത്ത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് വരുന്നതെങ്കിൽ, എങ്ങനെയാണ് വരിക? മെയിൻ ക്ലോസിൽ സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V1. സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V1 എന്നാണ് വരിക. Okay, if both of them stood on the table, it would break. അല്ലേ? Stood. Both of them stood. Stood എന്ന് പറയുമ്പോൾ എന്താ വന്നിരിക്കുന്നത്? Obviously simple past tense ആണ്. ഓക്കെ. അപ്പോൾ മെയിൻ ക്ലോസ് ഒന്ന് നോക്കുക. ഇറ്റ് എന്നാണ് നമ്മുടെ സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V1. അല്ലെങ്കിൽ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ബ്രേക്കിൻ്റെ V1 ഫോമാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ വില്ല് മാറിയിട്ട് എന്തായി? വുഡായി. ഈ വില്ല് മാറിയിട്ട് വുഡ് ആവുന്നത് പോലെ തന്നെ ഈ ക്യാൻ എന്നുള്ളത്, അല്ലേ? ക്യാൻ എന്നുള്ള സാധനം നമുക്ക് കുഡായിട്ടും പറയാം. ക്യാന് കുഡാവും. വില്ല് വുഡായ പോലെ ക്യാന് കുഡാവും, ഷാല് ഷുഡാവും, മേ മൈറ്റാവും. വില്ലും ഷാലും ചിലപ്പോൾ വുഡാവും. ചില എക്സെപ്ഷണൽ കേസിൽ മാത്രം ഷാല് ഷുഡാവും, ക്യാന് കുഡാവും, മേ മൈറ്റാവും. അല്ലേ? അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് എല്ലാ കേസിലും വുഡാവണമെന്നില്ല. ക്യാനല്ല, കുഡ്, മൈറ്റ്, ഷുഡും ആവാം. ഓക്കെ. ഇഫ് യു സോ എ ലയൺ വാട്ട് വുഡ് യുവർ റിയാക്ഷൻ ബി? ഇവിടെ വാട്ട് വുഡ്, അല്ലേ? യുവർ റിയാക്ഷൻ ബി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ V1 ഫോം. വാട്ട് വുഡ് യുവർ റിയാക്ഷൻ ബി? ഇഫ് യു സോ എ ലയൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, കണ്ടീഷണൽ ക്ലോസിനകത്തുള്ള ടെൻസ് എന്താണ് അത് മാത്രം നോക്കിയാൽ മതി. കണ്ടീഷണൽ ക്ലോസിൽ ഏതൊക്കെ ടെൻസാണ് വരാൻ പാടുള്ളൂ? ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ്. ഈ 3 ടെൻസ് മാത്രമേ വരാൻ പാടുള്ളൂ. 3 ടെൻസിൽ ഇപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അല്ല വേറെ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇത് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണ്. ഇഫ് ഷീ ഡ്രോ ഫാസ്റ്റ് ഷീ വുഡ് റീച്ച് ദ സ്റ്റേഷൻ ഇൻ ടൈം. അവിടെ കണ്ടീഷണൽ ക്ലോസിൽ എന്താ കൊടുത്തിരിക്കുന്നത്? കണ്ടീഷണൽ ക്ലോസിനകത്ത് സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V1. റീച്ച് ദ സ്റ്റേഷൻ ഇൻ ടൈം. ഇതാണ് കണ്ടീഷണൽ 2. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ കണ്ടീഷണൽ 3 എന്ന് പറഞ്ഞൊരു സാധനം. എന്തേ ഉള്ളൂ? ഇഫ് ഇറ്റ് ഈസ് പാസ്റ്റ് പെർഫെക്റ്റ്. കണ്ടീഷൻ ക്ലോസിനകത്ത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണുള്ളതെങ്കിൽ സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. അല്ലേ? വുഡും ഹാവും V3 എന്ന് പറയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് ആണ് വരിക. പാസ്റ്റ് പെർഫെക്റ്റ് ആണ് കണ്ടീഷണൽ ക്ലോസിൽ വരുന്നതെങ്കിൽ എന്താണ്? സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ നിർബന്ധമാണ്. ഇഫ് ഹി ഹാഡ് കം ടു മീ
I would have given him my car. അല്ലേ? If he had come എന്ന് പറയുമ്പോൾ ഈ ശ്രദ്ധിക്കണം, ആ ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കണം, കൺഫേം ചെയ്യണം. അല്ലാതെ ഹാഡ് എന്ന് കണ്ടതുകൊണ്ട് മാത്രം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് നമ്മൾ എന്താണ് ചാടിക്കയറി നമ്മൾ ഉത്തരം ചെയ്യരുത്. ഹാഡ് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇവിടെ ഹാഡ് എന്ന് പറയുന്നത് ഓക്സിലറി വേർബാണ്, മെയിൻ വേർബ് കമ്മാണ് അല്ലേ? കം എന്ന് പറയുന്നതാണ് മെയിൻ വേർബ്, ഹാഡ് എന്ന് പറയുന്നത് ഓക്സിലറി വേർബാണ്. അങ്ങനെ കാണുകയാണെങ്കിൽ മാത്രം അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലേ? അങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് ആണെങ്കിൽ സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. If she had completed the work in time, I would have granted her leave. If she had completed the work in time, I would have granted her leave എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അവിടെ ഷീ ഹാഡ് കംപ്ലീറ്റഡ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഷീ ഹാഡ് കംപ്ലീറ്റഡ് എന്നാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് ഗ്രാൻറ്റഡ് ഗ്രാൻറ്റഡ് ഗ്രാൻറ്റ് ഗ്രാൻറ്റഡ് ഗ്രാൻറ്റഡ്. ഓക്കെ, V3 ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇതൊരിക്കലും ഗ്രാൻഡ് GRAND അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് GRANT എന്ന് വിചാരിക്കരുത്, തെറ്റാണ്. അത് എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറേ കാലം ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കങ്ങനെ ഒരു മണ്ടത്തരം ഉണ്ടായിരുന്നു, ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ ഇഫ് യു ഗ്രാൻഡ് മീ ലീവ് എന്ന് പറയാറുണ്ട്. അപ്പോൾ വിചാരിച്ചത് വെച്ചാൽ അതിൻ്റെ പ്രസൻറ്റ് ടെൻസ് ഫോം GRAND ആണെന്നും അത് പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ GRANT ആണ് എന്നുള്ളത് എങ്ങനെയോ എൻ്റെ മൈൻഡിൽ വന്നു. പക്ഷേ അത് തെറ്റാണ്. ഗ്രാൻഡ് അല്ല, ഗ്രാൻറ്റ് തന്നെയാണ്. GARNT ആണ് അതിൻ്റെ പ്രസൻറ്റ് ടെൻസ് ഫോം. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം എന്ന് പറയുന്നത് ഗ്രാൻറ്റഡ് ആണ്. പാസ്റ്റ് ടെൻസ് ഫോം ഗ്രാൻറ്റഡ്, പാസ്റ്റ് ടെൻസ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഗ്രാൻറ്റഡ് തന്നെ. അപ്പോൾ 3 കണ്ടീഷനിലായി. ഈ 3 കണ്ടീഷനിൽ ഒന്ന് സമ്മപ്പ് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് കണ്ടീഷണൽ 1 എന്ന് പറയുന്നത് എന്താ വരുന്നത്? ഇഫ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ്. ഇഫ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റാണ് വരുന്നെങ്കിൽ സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1. സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1. കണ്ടീഷണൽ 2 വരികയാണെങ്കിൽ ഇഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ഇൻഫിനിറ്റീവ്. ബേസിക്കലി ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ V1 ഫോമാണ്. നമ്മൾ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അതായത് 2 + V1 ആണ് നമ്മൾ ഇൻഫിനിറ്റീവ് എന്ന് പറയാം. 2 + V1 ആണ് ഇൻഫിനിറ്റീവ് എന്ന് പറയാം. 2 എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് ഉപയോഗിച്ചാൽ നമ്മൾ അതിനെ ഇൻഫിനിറ്റീവ് എന്ന് പറയും. ഇൻഫിനിറ്റീവ്. ഓക്കെ, ഇനി 2 ഇല്ലാതെ V1 മാത്രമാണെങ്കിൽ, ബേസ് ഫോം ഓഫ് ദ വേർബ് മാത്രമാണെങ്കിൽ നമുക്ക് അതിനെ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയും. ഇത് ജസ്റ്റ് ടെർമിനോളജിയാണ്. ബെയർ ഇൻഫിനിറ്റീവ്. വാട്ട് ഇസ് ബെയർ ഇൻഫിനിറ്റീവ്? ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 2 ഇല്ലാതെ ജസ്റ്റ് V1 ഫോം മാത്രം. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടു പ്ലേ എന്ന് പറയുന്നത് 2 + ഇൻഫിനിറ്റീവ് ടു പ്ലേ എന്ന് പറയുന്നത് ശരിക്കും ഇൻഫിനിറ്റീവ് ആണ്. ദിസ് ഇസ് ഇൻഫിനിറ്റീവ്. ഓക്കെ, ഇനി പ്ലേ എന്ന് മാത്രം പറയുകയാണെങ്കിൽ, പ്ലേ എന്ന് മാത്രം 2 ഇല്ലാണ്ട് പ്ലേ എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ അതിന് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയും. ബെയർ ഇൻഫിനിറ്റീവ്. ഓക്കെ, ഇവിടെ ശരിക്കും ബെയർ ഇൻഫിനിറ്റീവ് ആണ്. ഓക്കെ, ഇഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വുഡ് പ്ലസ്, അതായത് സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ V1. സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. ഇതേപോലെ തന്നെ ഇതേ സാധനം തന്നെയാണ്. V1 ഇവിടെ ഒരേ സാധനം തന്നെയാണ്. V1 ഇൻഫിനിറ്റീവ്, ഇതും ഇൻഫിനിറ്റീവ് V1 ആണ്, ഇൻഫിനിറ്റീവ് V1 ആണ്. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ശരി, ബെയർ ഇൻഫിനിറ്റീവ്. ഇഫ് ഐ ഫൗണ്ട് ഹിസ് അഡ്രസ് ഐ വുഡ് സെൻഡ് ഹിം എൻ ഇൻവിറ്റേഷൻ അല്ലേ? ഇഫ് ഐ ഫൗണ്ട് ഹിസ് അഡ്രസ് ഐ വുഡ് സെൻഡ് ഹിം എൻ ഇൻവിറ്റേഷൻ. അടുത്തത് കണ്ടീഷണൽ 3ൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വന്നിരിക്കുന്നത്. ഇഫ് ഐ ഹാഡ് ഫൗണ്ട് ഹിസ് അഡ്രസ് ഐ വുഡ് ഹാവ് സെൻഡ് ഹിം എൻ ഇൻവിറ്റേഷൻ. ഇഫ് ഐ ഹാഡ് ഫൗണ്ട് ഹിസ് അഡ്രസ് പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോൾ ഐ വുഡ് ഹാവ് സെൻഡ് ഹിം എൻ ഇൻവിറ്റേഷൻ. എന്ന് പറയും. സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് സെൻറ്റ്, അതായത് V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഓക്കെ, ഇനി നമ്മൾ ഈ 3 കണ്ടീഷനിൽ പഠിച്ചതിൻ്റെ കൂടെ തന്നെ ഒരു 0 കണ്ടീഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. 0 കണ്ടീഷൻ ഇതൊരു ചെറിയൊരു എക്സെപ്ഷണൽ കേസാണ്, അല്ലെങ്കിൽ ഇതൊരു എക്സെപ്ഷനാണ്. നമ്മൾ ഈ കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ തന്നെ കുറച്ചെങ്കിലും മിസ്സലീനിയസ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഒരു വെറൈറ്റി എന്ന് പറയുന്ന രീതിയിൽ ചോദിക്കുന്ന ടൈപ്പ് ഇതേ ഉള്ളൂ. 0 കണ്ടീഷൻ. 0 കണ്ടീഷൻ എത്രയുള്ളൂ? നമ്മൾ ഫസ്റ്റ് കണ്ടീഷണൽ 1ൽ നമ്മൾ എന്താ പഠിച്ചത്? കണ്ടീഷണൽ 1ൽ നമ്മൾ പഠിച്ചത് ഇഫ് ക്ലോസിൽ അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് വരികയാണെങ്കിൽ സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1 എന്നാണ് വരിക എന്ന് പഠിച്ചു. സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1 ആണ് വരിക എന്ന് പഠിച്ചു. പക്ഷേ അങ്ങനെയല്ല വരിക. പക്ഷേ
അങ്ങനെയല്ല എല്ലാ കേസിലും വരിക. അതായത് സീറോ കണ്ടീഷൻ എന്ന് പറഞ്ഞൊരു കേസുണ്ട്. ഇഫ് നമ്മുടെ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്, സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് കാര്യം ഒരു യൂണിവേഴ്സൽ ഫാക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഫോർമാറ്റിൽ നമ്മൾ പോകാൻ പാടില്ല. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 എന്ന് പറയുന്ന ഈ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ല. അതായത് കണ്ടീഷൻ 1ൻ്റെ കേസിൽ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ അല്ലേ, എല്ലാ ബേസിക് ആയിട്ടുള്ള കേസിൽ ഇഫ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റിൻ്റെ കൂടെ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 ആണ്. പക്ഷേ ഇത് എവിടെയാണ് എക്സെപ്ഷൻ വരുന്നത്? ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് റെഫേഴ്സ് ടു ഓർ ടോക്സ് അബൌട്ട് എ യൂണിവേഴ്സൽ ഫാക്ട്, ഒരു യൂണിവേഴ്സൽ ഫാക്റ്റിനെ കുറിച്ചാണ് സെൻറ്റൻസ് സംസാരിക്കുന്നതെങ്കിൽ അത് സീറോ കണ്ടീഷണലാണ്. അതുകൊണ്ട് തന്നെ സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1 എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെന്താ ഉപയോഗിക്കുക? അതിൽ സാധാരണ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തന്നെ ഉപയോഗിച്ചാൽ മതി. എങ്ങനെ? ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ് എന്ന് പറയണം. ഇവിടെ ഇത് കണ്ടീഷണൽ ക്ലോസ് ആണ്. ഈ കണ്ടീഷണൽ ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണല്ലോ. പക്ഷേ ഐസ് ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെൽറ്റ് ആവുന്നുള്ളത് യൂണിവേഴ്സൽ ഫാക്റ്റാണ്. അപ്പോൾ അത് സെൻറ്റൻസ് വായിച്ചിട്ട് അങ്ങനത്തെ യൂണിവേഴ്സൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫാക്റ്റോ ട്രൂത്തോ ആണ് പറയുന്നതെങ്കിൽ പറയുന്നുണ്ടോ എന്ന് നോക്കുക, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെയും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തന്നെ ഉപയോഗിച്ചാൽ മതി. അല്ലാതെ ഇറ്റ് വിൽ മെൽറ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാൽ തെറ്റാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നേക്കാം. ഓക്കെ, ഇറ്റ് വിൽ മെൽറ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. അതിന് വരെ എന്ത് പറയണം? ഇറ്റ് മെൽറ്റ്സ് എന്ന് പറയണം. ഇറ്റ് മെൽറ്റ്സ് എന്ന് പറയണം. ആനിമൽസ് അറ്റാക്ക് വെൻ ദേ ആർ സ്കേർഡ്, അല്ലേ? ആനിമൽസ് അറ്റാക്ക് എന്ന് പറയുന്നു. അത് എന്താണ്? മെയിൻ ക്ലോസ് ആണ്. വെൻ ദേ ആർ സ്കേർഡ്, വെൻ എന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടീഷണൽ ക്ലോസുകൾ അല്ലെങ്കിൽ കണ്ടീഷണൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. ഇഫിന് പകരം നമുക്ക് വെൻ യൂസ് ചെയ്യാം. വെൻ ദേ ആർ സ്കേർഡ് ഇത് സിമ്പിൾ പ്രസൻറ്റ് ആണ്. എന്താ ചെയ്യുന്നത്? ആനിമൽസ് അറ്റാക്ക്, അല്ലെങ്കിൽ ആനിമൽസ് വിൽ അറ്റാക്ക് അല്ല, ആനിമൽസ് അറ്റാക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സിമ്പിൾ പ്രസൻറ്റ് ആണ്. ആനിമൽസ് വിൽ അറ്റാക്ക് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ആനിമൽസ് അറ്റാക്ക് എന്ന് മാത്രമേ പറഞ്ഞു. ഇഫ് ബേബീസ് ആർ ഹംഗ്രി ദേ ക്രൈ. ഇഫ് ബേബീസ് ആർ ഹംഗ്രി ദേ ക്രൈ. ദേ വിൽ ക്രൈ അല്ല, ദേ ക്രൈ. അവിടെ സിമ്പിൾ പ്രസൻറ്റ്. ഇഫ് യു പ്ലേ വിത്ത് ഫയർ യു ഗെറ്റ് ബേൺ. ഇതൊക്കെ നമ്മൾ ഒരു തരത്തിൽ പ്രോവേർബ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയാം. യൂണിവേഴ്സൽ ഫാക്ട്, ട്രൂത്ത് അല്ല. ട്രൂത്ത് എന്ന് പറയുന്ന പോലെ തന്നെ ഫാക്റ്റുകളാണെങ്കിൽ, ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് ഫാക്ട്സ്, ഇഫ് ദ സെൻറ്റൻസ് റെഫേഴ്സ് ടു എ ഫാക്ട്, ഒരു ഫാക്റ്റിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഓക്കെ, യു ഗെറ്റ് ബേൺഡ്. ഫാക്റ്റിനെ പറ്റിയാണ് വരുന്നെങ്കിൽ പറയുന്നെങ്കിൽ കണ്ടീഷണൽ സീറോ ആണ് കൺസിഡർ. ഇറ്റ് ഇസ് കണ്ടീഷണൽ സീറോ ആൻഡ് യു ഹാവ് ടു യൂസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഓക്കെ, സീറോ കണ്ടീഷൻ. If it rains, the grass gets wet. The grass gets wet എന്ന് പറഞ്ഞിരിക്കുക, അല്ലാതെ grass will get wet എന്നല്ല. The grass gets wet if it rains. When it rains, the grass gets wet. ഇഫിന് പകരം when എന്ന് ഉപയോഗിക്കാം, അല്ലേ? വെന്നും ഉപയോഗിക്കാം ഇഫിന് പകരം. ഇഫിന് പകരം when ഉപയോഗിക്കാം. Okay, when it rains, the grass gets wet. The grass gets wet when it rains. ഇതാണ് സീറോ കണ്ടീഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 കണ്ടീഷനിലാകെ പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു എക്സ്ട്രാ ആയിട്ടൊരു സീറോ കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ കേസ് മാത്രം പഠിച്ചാൽ മതി. ഇത് മാത്രമേ നമുക്ക് ഈ സെഷനിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഈ 3 കണ്ടീഷനും എങ്ങനെയൊക്കെയാണ് വരുന്നത്, അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ്, ഏത് സെൻറ്റൻസ് സ്ട്രക്ചറാണ് ഫോളോ ചെയ്യേണ്ടത് മാത്രം പഠിച്ചാൽ മതി. വളരെ സിമ്പിളാണ്. അപ്പോൾ സ്പോട്ട് തിയറം ക്വസ്റ്റ്യൻസ് നോക്കാം. റൈറ്റ്, എങ്ങനെയാണ്? ഇഫ് ഐ ഹാഡ് മണി ഐ വിൽ ഹാവ് ലെൻറ്റ് ഇറ്റ് ടു ഹർ. ഇഫ് ഐ ഹാഡ് മണി ഐ വിൽ ഹാവ് ലെൻറ്റ് ഇറ്റ് ടു ഹർ. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ ഹാഡ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് നമുക്ക് ഐ വിൽ ഹാവ്, ഇത് മാറ്റിയിട്ട് ഐ വുഡ് ഹാവ് ലെൻറ്റ്, അല്ലേ? ഓപ്ഷൻ ബി സെലക്ട് ചെയ്തിട്ട് ഐ വുഡ് ഹാവ് ലെൻറ്റ് ഇറ്റ് ടു ഹർ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ തെറ്റാണ്, അല്ലേ? ഐ വിൽ ഹാവ് ലെൻറ്റ് എന്ന് പറയുന്നത് എന്തായാലും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി തന്നെയാണ് മിസ്റ്റേക്ക് ഉള്ളത്. പക്ഷേ ഇവിടെ എന്താണ് ശരിക്കും എങ്ങനെയാണ് മിസ്റ്റേക്ക് വരുന്നത്? എന്താണ്? അതല്ല. ഇഫ് ഐ ഹാഡ് മണി, ഈ ഹാഡ് എന്ന് കണ്ടതുകൊണ്ട് മാത്രം ഇതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് മാറ്റരുത്. ഈ ഹാഡ് ഇവിടെ എന്താണ്? മെയിൻ വേർബാണ്. ഹാഡ് ഇസ് എ മെയിൻ വേർബ്, നോട്ട് എൻ ഓക്സിലറി വേർബ്. ഹാഡ് ഓക്സിലറി വേർബ് ആണെങ്കിൽ മാത്രമേ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആവും, അല്ലേ? ഐ ഹാഡ് നോൺ. If I had known you,
I would have given you, I would have lent you money. I had known you എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ അല്ലേ, എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ ആണെങ്കിൽ മാത്രമേ ഇതെന്താവൂ, പാസ്റ്റ് പെർഫെക്റ്റ് ആവും. അല്ലാതെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആവില്ല അല്ലേ. മെയിൻ വേർബ് ആണോ ചെക്ക് ചെയ്യുക. ഹാഡ് എന്ന് പറയുന്നത് മെയിൻ വേർബ് ആണോ ചെക്ക് ചെയ്യുക. ഹാഡ് മെയിൻ വേർബ് അല്ലെങ്കിൽ, സോറി, മെയിൻ വേർബ് ആണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് അല്ല, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ദിസ് ഇസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇഫ് ഐ ഹാഡ് മണി ഇസ് സിമ്പിൾ പാസ്റ്റ് ആണ്, അല്ലാണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് അല്ല. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്, കണ്ടീഷണൽ ടു, സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V1. ഐ വുഡ് lend it to her. I would lend it to her. I would lend it to her. Okay. Option B. If I was you, I would not tolerate him for a moment. If I was you, I would not tolerate him for a moment. Okay. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് കണ്ടീഷണൽ ആണ് അല്ലേ. ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷണൽ ക്ലോസ് അടങ്ങുന്ന കണ്ടീഷണൽ ക്ലോസ് ആണ്, ഐ മീൻ കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. ഇഫ് ഐ വേർ യു എന്ന് വേണം അല്ലേ. കാരണം ഇതുപോലുള്ള സാങ്കല്പികമായിട്ടുള്ള ക്ലോസുകളല്ല, സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സെൻറ്റൻസിൽ പറയുന്നതെങ്കിൽ, ലൈക്ക് എന്താണ്, ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള അല്ലേ, ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ പോലും വി യൂസ് ദ വേർബ് വേർ. ഇഫ് ഐ വേർ യു, ഐ വുഡ് നോട്ട് ടോളറേറ്റ് ഫോർ മൊമെൻറ്റ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിന് ശേഷം വരുന്ന വേർഡ്സ് ഒക്കെ കറക്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കും, കറക്റ്റായിട്ടാണ് യൂസ് ചെയ്തിരിക്കും അല്ലേ. സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V1. സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V1 എവിടെ ഉപയോഗിക്കുക, ഇഫ് ദ കണ്ടീഷണൽ ക്ലോസ് ഹാസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ്, അല്ല ഉണ്ടെങ്കിലാണ്. അപ്പോൾ ഓപ്ഷൻ എ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ്. വോസ് മാറി വേറെ ആയിട്ടുണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആവും. സിമ്പിൾ പാസ്റ്റ് ആണ്, വോസ് ആണെങ്കിലും വേറെ ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് തന്നെയാണ്. ബട്ട് ഇവിടെ ഇഫ് ഐ വേർ യു ആണ്. ഇഫ് ഐ വേർ യു, ഐ വുഡ് നോട്ട് ടോളറേറ്റ് ഹിം ഫോർ എ മൊമെന്റ്. എ പാർട്ടിലാണ് മിസ്റ്റേക്ക് ഉള്ളത്. Suppose if you are late, you will be in trouble. Suppose if you are late, you will be in trouble. ഇവിടെ ശ്രദ്ധിക്കേണ്ടതേ ഉള്ളൂ, സപ്പോസും ഇഫും സെയിം മീനിങ് ആണ്, സെയിം മീനിങ് ഉള്ള ഡിഫറെൻറ്റ് വേർഡ്സ് ആണ്. അപ്പോൾ നമ്മൾ സപ്പോസും ഇഫും ഒരുമിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. യൂസ് ഐദർ ഓഫ് ദ ടു, എനി വൺ ഓഫ് ദ ടു. യു ക്യാൻ യൂസ് ഐദർ സപ്പോസ് യു ആർ ലേറ്റ്, യു വിൽ ബി ഇൻ ട്രബിൾ, അല്ലെങ്കിൽ ഇഫ് യു ആർ ലേറ്റ്, യു വിൽ ബി ഇൻ ട്രബിൾ. അപ്പോൾ സപ്പോസും ഇഫ് നമ്മളവിടെ ജസ്റ്റ് മനസ്സിലാക്കുക, സപ്പോസ് അല്ലെങ്കിൽ ഇഫ് ഉപയോഗിക്കുക. ബാക്കി സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ യു ആർ ലേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. യു ആർ ലേറ്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1. സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1. ഓപ്ഷൻ എ പാർട്ടിലാണ് പക്ഷേ മിസ്റ്റേക്ക് ഉള്ളത്. സപ്പോസും ഇഫും ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല. If he came to me, I would have given him my car. If he came to me, I would have given him my car. ഇവിടെ നമ്മൾ ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. പ്രീവിയസ് ഇയറിലാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വരില്ല. കാരണം ഇങ്ങനെ ഒരു സെൻറ്റൻസ് എക്സാമിന് വരികയാണെങ്കിൽ ആർക്കായാലും സംശയം വരും, എ പാർട്ടിലാണോ ബി പാർട്ടിലാണോ മിസ്റ്റേക്ക്. കാരണം എ പാർട്ടിൽ മിസ്റ്റേക്ക് ഉണ്ടായിട്ട് ആ മിസ്റ്റേക്ക് നമ്മൾ കറക്റ്റ് ചെയ്താൽ അത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആവും. ഇനി ബി പാർട്ടിൽ മിസ്റ്റേക്ക് ഉണ്ട്, ആ മിസ്റ്റേക്ക് മാറ്റിയാൽ അത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആവും. അപ്പോൾ എയും ബിയും ഓപ്ഷൻ കറക്റ്റായിട്ട് പറയാം. പക്ഷേ നമ്മൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ നമ്മൾ ഓപ്ഷൻ ബിയിൽ മിസ്റ്റേക്ക് ആക്കിയാൽ മതി. അതായത് ഇഫ് ഹി കെയിം ടു മീ, ഐ വുഡ് ഗിവ് ഹിം മൈ കാർ എന്ന് കൊടുത്താൽ മതി അല്ലേ. കാരണം എപ്പോഴും ആദ്യം പറഞ്ഞിരിക്കുന്ന ക്ലോസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനം, ഇഫ് ഹി കെയിം ടു മീ എന്ന് പറയുന്ന സാധനം ബേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അതായത് ഇങ്ങനെയാണ് സെൻറ്റൻസ്, ഇഫ് ഹി കെയിം ടു മീ, അതിൻ്റെ കോണ്ടെക്സ്റ്റ് അങ്ങനെയാണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്തിട്ട് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ആ ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം അത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് നമുക്ക് രണ്ടാമത്തത് നമുക്ക് ഇതാക്കിയാൽ മതി, അഡ്ജസ്റ്റ് ചെയ്താൽ മതി. രണ്ടാമത്തെ ഭാഗം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇഫ് ഹി കെയിം ടു മീ, അപ്പോൾ ഇഫ് ഹി കെയിം ടു മീ എന്ന് പറയുന്ന സാധനം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ആ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരുന്നതുകൊണ്ട് സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V1 ഫോം ആക്കാം.
മറ്റേ രണ്ടാമത്തെ ഉൾട്ട വേർഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഫ് ഹി കെയിം ടു മീന് പകരം ഇവിടെ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും പറയാം. ഇഫ് ഹി ഹാഡ് കം ടു മീ എന്നും പറയാം. അത് ഗ്രാമാറ്റിക്കലി കറക്റ്റാണ്. ഇഫ് ഹി ഹാഡ് കം ടു മീ ഐ വുഡ് ഹാവ് ഗിവൺ ഹിം മൈ കാർ എന്ന് പറഞ്ഞാൽ അതും ഗ്രാമാറ്റിക്കലി കറക്റ്റാണ്. പക്ഷേ അല്ല, എന്താ പറയുക, ഇത് എക്സാമിന് ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. എക്സാമിന് ഇങ്ങനെ ചോദിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആളെ ആരായാലും കൺഫ്യൂഷനാവും. ദാറ്റ് ക്വസ്റ്റ്യൻ വിൽ ബി മാർക്ക്ഡ് ആൻഡ് എല്ലാവർക്കും മാർക്ക് പോകും. മാർക്ക് എല്ലാവർക്കും കിട്ടും. കിട്ടും. If he will work hard, he will surely get the job of his choice. If he will work hard, he will surely get the job of his choice എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കണ്ടീഷണൽ ക്ലോസിൽ വില്ല് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം അല്ലേ? ഏതൊക്കെ ടെൻസാണ് ഉപയോഗിക്കാൻ പാടുള്ളത്? സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. ഈ മൂന്നെണ്ണം ഒഴിച്ച് ബാക്കി ഏത് ഉപയോഗിച്ചാലും തെറ്റാണ്. ഇഫ് ഹി വില്ല് വന്നാൽ അവിടെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആയി പോകും. സോ വില്ല് തെറ്റാണ്. ഇഫ് ഹി വർക്ക്സ് ഹാർഡ്, subject plus will plus V1, he will surely get the job of his choice. Option A. Before the police will come, you should better get the anticipatory date. Before the police will come. ഈ ബിഫോർ എന്ന് പറയുന്നത് ഇവിടെ കണ്ടീഷണൽ ക്ലോസ് കണ്ടീഷണൽ ക്ലോസ് നമ്മൾ എന്താണ് ഇഫിന് പകരം ഉപയോഗിക്കുന്ന ടൈപ്പ് വേർഡാണ്. ഇഫിന് പകരം അല്ലേ, അല്ലെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെന്നും ഉപയോഗിക്കാം. വെൻ ദ പോലീസ് അല്ല, നമുക്ക് ഈ റെഡിമെയ്ഡ് ആയിട്ട് അത് കോൺടെക്സ്റ്റ് അനുസരിച്ചാണ്. കോൺടെക്സ്റ്റ് അനുസരിച്ചിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ക്ലോസിനെ കണ്ടീഷണൽ ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ടൈപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട്. ആ ടൈപ്പ് ഓഫ് വേർഡ്സിൽ ഒന്നാണ് ഈ ബിഫോർ എന്ന് പറയുന്നത്. ബിഫോർ. സോ ഇഫ്, വെൻ, ബിഫോർ ഒക്കെ നമ്മൾ കണ്ടീഷണൽ ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന വേർഡ്സ് ആണ്. അപ്പോൾ ബിഫോർ ദ പോലീസ് വിൽ കം എന്ന് ഉപയോഗിക്കാൻ പാടില്ല അല്ലേ? ബിഫോർ ദ പോലീസ് കംസ്. ഓപ്ഷൻ എ. കംസ് എന്ന് പറയുന്നത് അതും ഡിബേറ്റബിൾ ആണ്. കാരണം പോലീസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കലക്റ്റീവ് നൗണാണ്. സോ പോലീസ് കം എന്ന് പറഞ്ഞാൽ പോലീസ് കം, യു ഷുഡ് ബെറ്റർ ഗെറ്റ് ദി ആൻറ്റിസിപ്പേറ്ററി ബെയിൽ. എന്താണ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ? ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറയുമ്പോൾ മുൻകൂർ ജാമ്യം. അൺടിൽ ദ ട്രെയിൻ വിൽ നോട്ട് ഗെറ്റ് ദ സിഗ്നൽ, ഇറ്റ് വിൽ നോട്ട് ലീവ് ദ പ്ലാറ്റ്ഫോം. അൺടിൽ ദ ട്രെയിൻ വിൽ നോട്ട് ഗെറ്റ് ദ സിഗ്നൽ. അൺടിൽ ദ ട്രെയിൻ ഗെറ്റ്സ് ദ സിഗ്നൽ മതി അല്ലേ? അൺടിൽ ദ ട്രെയിൻ അല്ലെങ്കിൽ അൺലെസ് എന്ന് പറയുന്നതായിരിക്കും അല്ലേ? ഓപ്ഷൻ എയിൽ എങ്ങനെ വേണമെങ്കിൽ മാറ്റാം നമുക്ക്. അൺലെസ് ദ ട്രെയിൻ ഗെറ്റ്സ് ദ സിഗ്നൽ. ഈ വില്ല് നമ്മൾ എന്തായാലും കട്ട് ചെയ്യണം. കാരണം വില്ല് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കണ്ടീഷണൽ ക്ലോസിനകത്ത് വില്ല് ഷാൽ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ എന്താ പറയുന്നത്? ഓൾ ദീസ് ഇംപ്ലൈ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഇസ് നോട്ട് അലൗഡ് അല്ല. ഏതൊക്കെയാണ് അലൗഡ് ആയിട്ടുള്ളത്? സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ. സോ അൺലെസ് ദ ട്രെയിൻ ഗെറ്റ്സ് എ സിഗ്നൽ, ഇറ്റ് വിൽ നോട്ട് ലീവ് ദ പ്ലാറ്റ്ഫോം. എന്താണ് ഈ അൺലെസ്സിൻ്റെ അർത്ഥം? അൺലെസ് എന്ന് പറയുമ്പോൾ ഇഫ് നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനിങ് ആണ്. അതായത് ട്രെയിനിന് സിഗ്നൽ കിട്ടാത്തിടത്തോളം അത് പ്ലാറ്റ്ഫോം ലീവ് ചെയ്യില്ല. കിട്ടാത്തിടത്തോളം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ ഇഫ് നോട്ട്, കിട്ടാത്തിടത്തോളം. അപ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വേറൊരു പോയിന്റ് എന്താണ്? ഈ അൺലെസ്സിനകത്ത് ഒരു നോട്ട് ഉണ്ട്. അൺലെസ്സിനകത്ത് ഒരു നെഗറ്റീവ് ടേം ഉണ്ട്, നെഗറ്റീവ് മീനിങ് ഉള്ള ഒരു നോട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അൺലെസ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ വീണ്ടും നെഗറ്റീവ് വേർഡ് ഉപയോഗിക്കരുത്. നോട്ട് എന്ന് വീണ്ടും ഇവിടെ ഉപയോഗിക്കരുത്. കണ്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. സോ അൺലെസ് ദ ട്രെയിൻ ഡസ് നോട്ട് ഗെറ്റ് ദ സിഗ്നൽ എന്ന് പറയരുത്. അൺലെസ് ദ ട്രെയിൻ ഗെറ്റ്സ് ദ സിഗ്നൽ എന്ന് പറഞ്ഞു. ഗെറ്റ്സ് ദ സിഗ്നൽ. ഓപ്ഷൻ എ. നല്ല ചൂടാണ് ഇപ്പോൾ, അറിയുന്നുണ്ടാവും. If I had two houses, I would have given
1 to you. ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റനിൽ കണ്ട പോലെ തന്നെ ഇഫ് ഐ ഹാഡ് 2 houses എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഹാഡ് മെയിൻ വേർബ് ആണ്, അതുകൊണ്ട് തന്നെ ഇതെന്താണ് സിമ്പിൾ പ്രസന്റ് ആണ്. സോറി, സിമ്പിൾ പ്രസന്റ് അല്ല, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സോ ഇഫ് ഐ ഹാഡ് 2 houses അല്ല എന്ന് വരുമ്പോൾ എന്താ വരിക, ഐ വുഡ് ഗിവ് 1 to you. എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അല്ലേ, എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തരും. തരുമായിരുന്നല്ല, സോറി, എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ തരും. If I had 2 houses, I would give 1 to you. Okay, I would, subject plus would plus V1 form of the verb. Option B part land mistake. If he tried again, he can pass the exam with flying colors. If he tried again, he can pass the exam with the flying colors. ഇവിടെ നോക്കാം. If he tried again എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Tried again. അപ്പോൾ ഇത് കണ്ട ഒറ്റ നോട്ടം നമുക്ക് മനസ്സിലാവും ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണുള്ളത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരും നമ്മൾ പഠിച്ചിരിക്കുന്നത് സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V1. പക്ഷെ വേറൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ വുഡിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം, കുഡ് യൂസ് ചെയ്യാം, മൈറ്റ് യൂസ് ചെയ്യാം, ഷുഡ് യൂസ് ചെയ്യാം, ഷുഡും മൈറ്റ് അല്ലേ, വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ്, ഈ 4 എണ്ണം ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ക്യാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് ക്യാൻ ആണ് വരേണ്ടത്, പക്ഷേ ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ അനുസരിച്ചിട്ട് എന്താ വേണ്ടത്, ക്യാനിന് പകരം ക്യാനിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാസ്റ്റ് ടെൻസ് ആണ് കുഡ്. ഇഫ് ഹി ട്രൈഡ് അഗെയിൻ ഹി കുഡ് പാസ് ദി എക്സാം. അവിടെ വുഡും ചേർക്കരുത്. ക്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ട് കുഡ് എന്ന് യൂസ് ചെയ്യണം. ഇഫ് ഹി ട്രൈഡ് അഗെയിൻ ഹി കുഡ് പാസ് ദി എക്സാം വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. ഇഫ് ഹി ട്രൈഡ് അഗെയിൻ ഹി കുഡ് പാസ് ദി എക്സാം വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. ഓപ്ഷൻ ബി. I will wait for you unless you come. I will wait for you unless you come. ഇവിടെ അൺലെസ്സിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ അൺലെസ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ഇഫ് നോട്ട് എന്നാണ്. ഓക്കെ, ഇഫ് നോട്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കാര്യമല്ല. നമ്മൾ നിങ്ങൾ വരാത്തിടത്തോളം കാലം ഞാൻ വെയിറ്റ് ചെയ്യും എന്നൊന്നല്ല അല്ലേ, അങ്ങനെയല്ല. പക്ഷെ എന്താണ്, നിങ്ങൾ വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യും. നിങ്ങൾ വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നവർ. അപ്പോൾ അൺലെസ് അല്ല, അതിന് പകരം അൺടിൽ എന്ന് ഉപയോഗിച്ചാൽ മതി. അൺടിൽ യു കം. അൺലെസ് പകരം അൺടിൽ. അൺലെസ്സും അൺടിലും എൻറ്റയർലി ഡിഫറെൻറ്റ് മീനിങ് ആണ്. ഐ വിൽ വെയിറ്റ് ഫോർ യു അൺടിൽ യു കം എന്നാണ് പറയുക. അൺടിൽ യു കം. ഇഫ് ഐ വെയർ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഐ വിൽ വർക്ക് ഫോർ ദ വെൽഫെയർ ഓഫ് ദ പുവർ. ഇഫ് ഐ വെയർ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കറക്റ്റ് യൂസേജ് ആണ് അല്ലേ. ഐ വെയർ തന്നെ യൂസ് ചെയ്യണം. കാരണം അത് സാങ്കല്പികമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആവുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അത് ഹൈപ്പോത്തറ്റിക്കലാണ്, സാങ്കല്പികമാണ്. അതുകൊണ്ട് തന്നെ വേറെ എന്ന് യൂസ് ചെയ്ത് കറക്റ്റാണ്. പക്ഷേ ഇവിടെ മിസ്റ്റേക്ക് എന്താണ്, ഇവിടെ കണ്ടീഷണൽ ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ വുഡ്, സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V1, ഐ വുഡ് വർക്ക് ഫോർ ദ വെൽഫെയർ ഓഫ് ദ പുവർ എന്ന് വേണം പറയാൻ. ഓപ്ഷൻ ബി. ഓക്കെ. ഇഫ് ഐ വാസ് എ മില്യണിയർ I would support Millennium Project. If I was a millionaire, അവിടെ സെയിം ലോജിക് ആണല്ലേ. ഇഫ് ഐ വെയർ എ മില്യണിയർ എന്ന് വേണം. ഇഫ് ഐ വെയർ എ മില്യണിയർ ഐ വുഡ് സപ്പോർട്ട് ദ മില്ലേനിയം പ്രോജക്റ്റ് എന്ന് വേണം പറയാം അല്ലേ. സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V1. ഓപ്ഷൻ എയിലാണ് മിസ്റ്റേക്ക്. ഇഫ് ബോത്ത് ഓഫ് യു സ്റ്റുഡ് ഓൺ ദ ടേബിൾ ഇറ്റ് വുഡ് ഹാവ് ബ്രോക്കൺ. നമ്മൾ നേരത്തെ എക്സാമ്പിൾസിൽ കണ്ട ഒരു ടൈപ്പ് സെൻറ്റൻസ് ആണ്. ഇഫ് ബോത്ത് ഓഫ് യു സ്റ്റുഡ് ഓൺ ദ ടേബിൾ. സ്റ്റുഡ് അല്ലേ, അപ്പോൾ സിമ്പിൾ പാസ്റ്റ്. സ്റ്റുഡ് സിമ്പിൾ പാസ്റ്റ്. ഇറ്റ് വുഡ് ഹാവ് ബ്രോക്കൺ എന്ന് പറയുന്നത് തെറ്റാണ് അല്ലേ. അവിടെ സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V1 മതി സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ. ഇറ്റ് വുഡ് ബ്രേക്ക്. ഓപ്ഷൻ ഈ പാർട്ടിലാണ് മിസ്റ്റേക്ക്. ഇഫ് ദ ഗവൺമെന്റ് വിൽ മേക്ക് സ്ട്രിക്ട് ലോ ദ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. ഇഫ് ദ ഗവൺമെന്റ് വിൽ മേക്ക് സ്ട്രിക്ട് ലോ അല്ലേ, വില്ല് കണ്ടാൽ തന്നെ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ മിസ്റ്റേക്കാണ് അല്ലേ. അവിടെയാണ് മിസ്റ്റേക്ക്. കാരണം കണ്ടീഷണൽ ക്ലോസിൽ ഒരിക്കലും വില്ല് വരാൻ പാടില്ല. ഒരിക്കലും വില്ല് വന്നിട്ട് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് ഒന്നും ഒരു കാരണവശാലും വരരുത്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. സോ ഇഫ് ദ ഗവൺമെന്റ് മേക്സ് സ്ട്രിക്ട് ലോ ദ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് അല്ലേ. സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1. ഐ വിൽ നോട്ട് കം ഇൻ കേസ് ഇറ്റ് വിൽ റെയിൻ. ഇവിടെ കണ്ടില്ലേ ഇൻ കേസ് എന്ന് പറയുന്നത് ഇഫിന് പകരം
വെന്നിന് പകരം അല്ല ഇതിന് പകരമൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ്. ഇൻ കേസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷണൽ ഫ്രേസ് എന്ന് പറയാം. അപ്പോൾ ഈ ഫ്രേസ് ആഡ് ചെയ്യുമ്പോൾ ക്ലോസ് എന്താവും? കണ്ടീഷണൽ ക്ലോസ് ആവും. ഐ വിൽ നോട്ട് കം ഇൻ കേസ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു കണ്ടീഷണൽ ക്ലോസ് ആണ്. കണ്ടീഷണൽ ക്ലോസ് നമ്മൾ വിൽ ഉപയോഗിക്കുമോ? ഇല്ല. ഇൻ കേസ് ഇറ്റ് റെയിൻസ്. ഇറ്റ് റെയിൻ അല്ല, ഇറ്റ് റെയിൻസ്. ഇൻ കേസ് ഇന്ന സംഭവം നടക്കുകയാണെങ്കിൽ ഞാൻ വരില്ല. നടക്കുന്ന പരിപാടിയല്ല. If he had called me up, I would inform him. If he had called me up. If he had called me up, അല്ലേ? എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഹാഡ് എന്ന് പറയുന്ന സാധനം എന്താണ്? അവിടെ ഓക്സിലറി വേർബ് ആയിരിക്കണം. ഹാഡ് ഓക്സിലറി വേർബ് ആയിരിക്കണം. കോൾഡ് എന്ന് പറയുന്നത് മെയിൻ വേർബ് ഉണ്ടാവും. ഓക്സിലറി വേർബ്, മെയിൻ വേർബ്. ഇഫ് ഹി ഹാഡ് കോൾ മീ അപ്പ് ഐ വുഡ് ഹാവ് ഇൻഫോംഡ്. അല്ലേ? ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് ഇൻഫോംഡ് എന്ന് വേണം പറയാം. ഹാവ് പ്ലസ് V3 ഫോം. ഐ വുഡ് ഹാവ് ഇൻഫോംഡ്. ഓപ്ഷൻ ബി. ഐ വുഡ് ഹാവ് ഇൻഫോംഡ് ഹിം. ഓപ്ഷൻ ബി. Unless I do not see his ticket, I will not let him sit here. Unless I do not see his ticket, I will not let him sit here. Unless ഉപയോഗിച്ചതിൻ്റെ കൂടെ, അൺലെസ് എന്ന് പറയുമ്പോൾ ഇഫ് നോട്ട് ആണെന്ന്, അതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൺലെസ്സിൻ്റെ കൂടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതാണ് അവിടെ നോട്ട് ഓൾറെഡി ഉണ്ട്. സോ നോട്ട് ഇവിടെ കാണാൻ പറ്റില്ല. അൺലെസ്സിൻ്റെ കൂടെ നോട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അൺലെസ് ഐ സീ ഹിസ് ടിക്കറ്റ്. അൺലെസ് ഐ സീ ഹിസ് ടിക്കറ്റ് ഐ വിൽ നോട്ട് ലെറ്റ് ഹിം സിറ്റ് ഹിയർ. സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1. അതൊക്കെ കറക്റ്റാണ്. പക്ഷേ ഓപ്ഷൻ എയിലാണ് മിസ്റ്റേക്ക്, അല്ലേ? അൺലെസ്, അതായത് അവൻ്റെ അല്ലെങ്കിൽ അയാളുടെ ടിക്കറ്റ് ഞാൻ കാണാത്തിടത്തോളം കാലം ഞാൻ അവനെ അവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല, അനുവദിക്കില്ല. ഓക്കെ, ഓപ്ഷൻ എ. സപ്പോസ് ഷീ ഡസ് നോട്ട് എഗ്രി, വാട്ട് കുഡ് വി ഡു? സപ്പോസ് എന്ന് പറയുന്നത് ഇഫിന് പകരമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സോ ദർ ഇസ് നോ മിസ്റ്റേക്ക്. ഇവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഇഫിനും ഇഫ് എന്ന് ഉപയോഗിച്ചാലും സപ്പോസ് എന്ന് ഉപയോഗിച്ചാലും കറക്റ്റാണ്. സപ്പോസ് ഷീ ഡസ് നോട്ട് എഗ്രി, ഓക്കെ, വാട്ട് കുഡ് വി ഡു? സപ്പോസ് ഷീ ഡസ് നോട്ട് എഗ്രി, വാട്ട് കുഡ് വി ഡു? ഡസ് നോട്ട് എഗ്രി പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ്. സോ കുഡിന് പകരം ക്യാൻ. ഓപ്ഷൻ അല്ലേ? കുഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കാം. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആയിരുന്നുവെങ്കിൽ കുഡ് യൂസ് ചെയ്യാം. ഇവിടെ സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് ക്യാൻ എന്ന് പറഞ്ഞു. വാട്ട് ക്യാൻ വി ഡു? ഇഫ് ഷീ ഡസ് നോട്ട് എഗ്രി, what can we do? If we will heat dry ice, it turns to vapor. If we will heat dry ice, it turns to vapor. ഇത് ഏതാ കണ്ടീഷണൽ? 1 ആണോ, 2 ആണോ, 3 ആണോ? അല്ല, പിന്നെ ഏതാണ്? കണ്ടീഷണൽ 0 ആണ്, അല്ലേ? കണ്ടീഷണൽ 0 ആണിത്. അപ്പോൾ ഇവിടെ സിമ്പിൾ കണ്ടീഷണൽ 0 എങ്ങനെയാണ്? ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് വരും, രണ്ടാമത്തെ ക്ലോസിലും സിമ്പിൾ പ്രസന്റ് വരും. രണ്ടാമത്തെ ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇറ്റ് ടേൺസ് ടു വേപ്പർ എന്ന് പറയുന്നത് കറക്റ്റാണ്. ഓപ്ഷൻ ബിയിലും സിയിലും മിസ്റ്റേക്ക് ഇല്ല, പക്ഷേ എയിലും മിസ്റ്റേക്ക് ഉണ്ട്. സിമ്പിൾ പ്രസന്റേ വരാൻ പാടും, വില്ല് ഉപയോഗിച്ചിട്ട് വരാൻ പാടില്ല. ഇഫ് വി ഹീറ്റ് ഡ്രൈ ഐസ്, ഇറ്റ് ടേൺസ് ടു വേപ്പർ. ഓപ്ഷൻ എ. ഇഫ് വി ഹീറ്റ് ഡ്രൈ ഐസ്, ഇറ്റ് ടേൺസ് ടു വേപ്പർ. ഓക്കെ. Unless he will not understand the concept, he will not be able to solve the question. Unless he will not, unless not ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ കണ്ടീഷണൽ ക്ലോസിൽ will ഉപയോഗിക്കാൻ പാടില്ല. സോ unless he understands the concept, he will not be able to solve the questions. അതായത് കോൺസെപ്റ്റ് മനസ്സിലാകാത്തിടത്തോളം കാലം അവന് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റില്ല. But for his help, the patient would have died. But for his help, the patient would have died. ഈ but for എന്ന് പറയുന്ന സാധനം, ബട്ട് ഫോറിൻ്റെ അർത്ഥം ഇതൊരു ക്ലോസ് ആണ്, സോറി, ഒരു ഫ്രേസ് ആണ്. ബട്ട് ഫോർ എന്ന് വെച്ചാൽ ഒരു ഫ്രേസ് ആണ്. വിത്തൗട്ട് എന്നർത്ഥം. വിത്തൗട്ട് എന്നാണ് അർത്ഥം. വിത്തൗട്ട് ഹിസ് ഹെൽപ്പ് ദ പേഷ്യൻറ്റ് വുഡ് ഹാവ് ഡൈഡ് എന്ന് പറയും. ദ പേഷ്യൻറ്റ് വുഡ് ഹാവ് ഡൈഡ്. ഓപ്ഷൻ അവിടെ ശരിക്കും പറഞ്ഞാൽ മിസ്റ്റേക്ക് ഇല്ല. ദർ ഇസ് നോ മിസ്റ്റേക്ക്, നോ എറർ. നോ എറർ ആണ്, നോ എറർ. ഹാഡ് ദ റിവർ ഓവർഫ്ലോൺ ഇറ്റ്സ് ബാങ്ക്, ഫ്ലഡ് വുഡ് ഹാവ് കം. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത, പലതവണ ഡിസ്കസ് ചെയ്തതാണ്. ഹാഡ് ദ റിവർ ഓവർഫ്ലോൺ ഇറ്റ്സ് ബാങ്ക്, ഇവിടെ എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ആണ്.
ഇവിടെ എന്താ വരുന്നത്? സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. ഇതൊക്കെ പക്ക പെർഫെക്റ്റ് ആണ്. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റും ആണ്, അതും പെർഫെക്റ്റ് ആണ്. പക്ഷേ ഇവിടെ നോ എറർ അല്ല. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. എന്താ മിസ്റ്റേക്ക്? എ പാർട്ട് എന്താ മിസ്റ്റേക്ക്? ഈ ഓവർഫ്ലോൺ എന്ന് പറയുന്നതിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ 2 ടൈപ്പ് വേർബ് ഉണ്ട്. ഒന്ന് ഫ്ലൈ ഉണ്ട്, ഒന്ന് ഫ്ലോ ഉണ്ട്. ഫ്ലൈ, ഫ്ലോ ഈ 2 ടൈപ്പ് വേർബ്സിൻ്റെയും പാസ്റ്റ് ടെൻസ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇത് V1 ഫോം, ഇത് V1. പാസ്റ്റ് ടെൻസ് പറയുമ്പോൾ V2, പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറയുമ്പോൾ V3. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇസ് V3. ഫ്ലൈൻ്റെ V2 എന്താണ്? ഫ്ലൂ ആണ്. ഫ്ലൂ, FLUW. ഇതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് FLOWN. ഫ്ലോൺ എന്ന് പറയുന്നത്. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. ഫ്ലൈ എന്ന് പറയുന്ന പറക്കുക എന്ന് പറയുന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഫ്ലോൺ എന്ന് പറയുന്നത്. പക്ഷേ ഒഴുകുക എന്ന് പറയുന്ന ഫ്ലോ എന്ന് പറയുന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം എന്ന് പറയുന്നത് ഫ്ലോഡാണ്, FLOWED. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുന്നതും ഫ്ലോഡാണ്. ഫ്ലോ, ഫ്ലോഡ്. അതുകൊണ്ട് തന്നെ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് വരുന്ന ഓവർ ഫ്ലോൺ എന്നല്ല പറയേണ്ടത്. എന്താ വരേണ്ടത്? ഓവർ ഫ്ലോഡ് എന്ന് പറയണം. ഓവർ ഫ്ലോഡ് എന്ന് പറയണം. ഫ്ലോണിന് പകരം നമുക്ക് ഫ്ലോ എന്നും അതിൻ്റെ കൂടെ എന്നെ ചേർത്തിട്ട് ഫ്ലോൺ എന്ന് പറയുമ്പോൾ ഫ്ലോയിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഫ്ലോൺ എന്ന് നമുക്ക് ചിലപ്പോൾ ഒരു ഇത് വന്നേക്കാം, ഒരു ധാരണ വന്നേക്കാം. പക്ഷേ ധാരണ തെറ്റാണ്. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. ഫ്ലോ, ഫ്ലോഡ്, ഫ്ലോഡ്. ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് വരിക. ഇത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. തെറ്റിക്കരുത്. ഇതേ സാധനം വെച്ചിട്ട്, കോൺസെപ്റ്റ് വെച്ചിട്ട് ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം. സാധ്യത ഉണ്ട്. ഹാഡ് ഐ നോൺ ഹിം ഐ വുഡ് allow him to enter my house. Had I known him എന്ന് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. സോ ഐ വുഡ് ഹാവ് allowed അല്ലേ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. allowed him to enter my house. ഓപ്ഷൻ ബി. Supposing if he refuses to meet you, what will you do? Supposing and if രണ്ടിൻ്റെയും ഒരുമിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അല്ലേ. Supposing he refuses to meet you, what will you do? അല്ലെങ്കിൽ if he refuses to meet you, what will you do? ബാക്കിയെല്ലാം കറക്റ്റാണ്. കാരണം to meet you എന്ന് പറയുമ്പോൾ ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ആണ് വന്നിരിക്കുന്നത്. അവിടെ തന്നെ സബ്ജക്ട് പ്ലസ് will ആണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. I shall take you for a long drive after you will return from the meeting. I shall take you for a long drive after you will return from the meeting. Okay. I shall take you for a long drive. After എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മൾ ഇഫിന് പകരം ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്, അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്ലോസിനെ കണ്ടീഷണൽ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ആഫ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ. സോ ആഫ്റ്റർ യു വിൽ റിട്ടേൺ അല്ല, ആഫ്റ്റർ യു റിട്ടേൺ. ഇത് കണ്ടീഷണൽ ക്ലോസ് ആണ്. ദിസ് ഇസ് എ കണ്ടീഷണൽ ക്ലോസ് ആൻഡ് ദിസ് കണ്ടീഷണൽ ക്ലോസ് cannot have a future tense. So after you return from the meeting, I shall take you for a long drive. Option. I will meet him when he will come. I will meet him when he will come അല്ല. I will meet him when, ഇത് കണ്ടീഷണൽ ക്ലോസ് ആണ്. അപ്പോൾ എന്താണ്? when he comes. ഇവിടെ സിമ്പിൾ പ്രസൻറ്റേ വരാൻ പാടുള്ളൂ. സിമ്പിൾ പ്രസൻറ്റ് വന്നുകൊണ്ടാണ് ഇവിടെ സബ്ജക്ട് പ്ലസ് will പ്ലസ് V1 ആണ്. ഓപ്ഷൻ സി. Had I realized your house was such a long way off, I would take a taxi. Had I realized your house was such a long way off. ഇത് കണ്ടീഷണൽ ക്ലോസ് ആണ്. ആൻഡ് ഇവിടെ എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോൾ സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V3. വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. I would have taken a taxi. Option C. I would have taken a taxi. Had you worked hard, you will have passed. Option C. Had you worked hard, past perfect, subject plus would, you would have passed. Options. You would have passed. You can scale this high peak provided you will wear the right kind of shoes. Provided എന്ന് പറയുന്നത് വേറൊരു വാക്കാണ്. Provided എന്ന് പറയുന്നത് is another conditional word എന്ന് പറയാം.
അല്ലെങ്കിൽ വേർഡ് ദാറ്റ് മേക്സ് എ ക്ലോസ് കണ്ടീഷണൽ. ഒരു ക്ലോസിനെ കണ്ടീഷണലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഒന്നാണ് ഇഫിനൊക്കെ പല ഉപയോഗിക്കുന്ന വാക്കാണ് പ്രൊവൈഡഡ്. അല്ലേ? സോ പ്രൊവൈഡഡ് യു വിൽ വെയർ എന്ന് പറയാൻ പറ്റില്ല, ഇത് കണ്ടീഷണൽ ക്ലോസ് ആണ്. സോ പ്രൊവൈഡഡ് യു വെയർ ദ റൈറ്റ് കൈൻഡ് ഓഫ് ഷൂസ്. ഓപ്ഷൻ സി. Provided you wear the right kind of shoes. You can scale this high peak provided you wear the right kind of shoes. I will wait for you unless you come. I will wait for you. അത് നമ്മൾ നേരത്തെ കണ്ടല്ലേ. Unless you come അല്ല, എന്താ പറയുക, until you come എന്നാണ്. Until you come. ഓക്കെ, സോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാവുന്ന സെഷൻ 30 ക്വസ്റ്റ്യൻസ് ആയി. പിന്നെ എന്താണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് കണ്ടീഷണൽ സെൻറ്റൻസുകളിലെ ആകെ പറഞ്ഞിരിക്കുന്നത് 3 ടൈപ്പ് കണ്ടീഷണലാണ്. കണ്ടീഷണൽ 1, 2, 3. ഈ 3 കണ്ടീഷനിലും സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് വരും. അതിൻ്റെ കൂടെ ചെറിയൊരു എക്സെപ്ഷൻ ആയിട്ട് കണ്ടീഷണൽ 3, കണ്ടീഷണൽ 0 കൂടെ ഉണ്ട്. ഈ 4 മാത്രം പഠിച്ചാൽ മതി. ഈ 4 മാത്രം പഠിക്കുക. ഈ 4 എങ്ങനെയാണ് വരിക, ഈ 4 വരുമ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസ് സ്ട്രക്ചർ ഫോം ചെയ്യേണ്ടത്, സെൻറ്റൻസ് എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത് മാത്രം പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് ഓൾ യു ഹാവ് ടു നോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കണ്ടീഷണൽസിലാണെങ്കിലും ക്വസ്റ്റ്യൻസിലാണെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് കമൻസിൽ പറയുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ടുമോറോ. ടേക്ക് കെയർ ഓൾ ഓഫ് യു. ബൈ.